ബീഹാർ, ആസാം, ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾ ദേശദ്രോഹി പ്രവർത്തകർക്കും അതേപോലെ ബംഗ്ലാദേശി റോഹിംഗ്യകൾക്കെതിരെ കർശന നടപടി എടുക്കുന്നത് മൂലം ഈ സ്റ്റേറ്റുകളിൽ നിന്ന് കൂടുതൽ പേര് കേരളത്തിലും അതേപോലെ സൗത്ത് ഇന്ത്യയിലും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഭാവിയിൽ നമ്മളെ ദേശസുരക്ഷയ്ക്ക് മാത്രമല്ല ഞങ്ങൾക്കും അത് വളരെ ഏറെ ബുദ്ധിമുട്ട് വരുത്തുന്നതാണ്. അപ്പോൾ അതിന് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ വേണ്ടുന്ന നടപടി കൈക്കൊള്ളണം. ഇല്ലെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും ഇത് ഭാവിയിൽ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പത്രസമ്മേളനം വിളിച്ചത്. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന പല പീഡന കേസുകൾ അതേപോലെ തീവ്രവാദ പ്രവർത്തനം എല്ലാം കൂടുതൽ കേരളത്തിൽ നിന്നാണുള്ളത്. അതുമാത്രമല്ല, എത്രയോ കൊലപാതകവും ബലാത്സംഗം നടക്കുന്ന മുഴുവൻ ബംഗ്ലാദേശികളും റോഹിംഗ്യകളും എന്നാണ് ഇതിനകത്ത് പ്രതികളുള്ളത്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധയപ്പെടുത്തിയാൽ നമുക്ക് എല്ലാവർക്കും ഗുണമാണ്. കുറച്ച് കൊല്ലം മുമ്പേ താണക്കും അതേപോലെ തായ് ചൊവ്വക്കെല്ലാം പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം പ്രതികൾ മുഴുവൻ ബംഗാളിൽ നിന്നും അതേപോലെ ബംഗ്ലാദേശികളാണെന്നുള്ളത്, റോഹിംഗ്യകളും. ഈ ഡൽഹിയിൽ നടന്ന പല കാര്യങ്ങളും നോക്കിക്കോ, മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്ന. അപ്പം നമ്മളെല്ലാവരും ജാഗരൂകരാകുക. അതേപോലെ ഇത്തരം വരുന്ന മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വരുന്നവർക്ക് വർക്ക് പെർമിറ്റ് ചെയ്യുക, എന്നാൽ പണി കഴിയുക, അതിന് പെർമിറ്റ് വെച്ചിട്ട് പണി കഴിഞ്ഞാൽ മടങ്ങി പോവുക. അതുപോലെ പല സ്ഥലങ്ങളിൽ ഇവർ അനധികൃതമായിട്ട് താമസിക്കുന്നുണ്ട്. ഇപ്പോൾ ഡെയിലി പേപ്പറിൽ വരുന്നുണ്ട്, പല സ്ഥലങ്ങളിലും പിടിക്കുന്നുണ്ട്. അപ്പോൾ അതും ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞത് സത്യാവസ്ഥ. ഇപ്പോൾ ഇൻ്റലിജൻസ് സ്റ്റേറ്റ് മാത്രമല്ല, സെൻട്രൽ ഇൻ്റലിജൻസ് എല്ലാം റിപ്പോർട്ടുകളും വരുന്നുണ്ട്. കൂടുതൽ പേര് ഇങ്ങോട്ട് സൗത്ത് ഇന്ത്യയിലാണ് വരുന്നത്. ഇതൊന്ന് ജനങ്ങളിലെത്തിക്കുക. ജനങ്ങൾ കൂടുതൽ സജീവമായി കഴിഞ്ഞാലാണ് ഇത് ആക്ഷൻ എടുക്കാൻ പറ്റുക. കാരണം മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് പരിമിതിയുണ്ട്, ജനങ്ങളെ പോലെ ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തനം. അപ്പം ജനങ്ങൾ ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണ്ടുന്നത് ചെയ്യണമെന്നാണ് ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന പത്രസമ്മേളനം. കണ്ണൂർ ജില്ലയിലും സമാനമായിട്ട് പേരുമാറി പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും അനധികൃതമായി സംഘടിപ്പിച്ചിട്ടുള്ള യാത്രാരേഖകളും മറ്റ് ഐഡന്റിറ്റി കാർഡുകളും ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ജോലി ചെയ്ത് ഈ വിധ്വംസക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ബംഗാളിൽ ഇപ്പോൾ അടുത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ നിർബന്ധമായി ഇത്തരം ആളുകൾ അവിടെ പോയി വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിലെ അന്യസംസ്ഥാന തൊഴിലാളികളിൽ ഏകദേശം 80% ആളുകൾ തിരിച്ചു പോയിട്ടുണ്ട്. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് അന്യസംസ്ഥാനത്തിൽ നിന്ന് ഇവിടെ വരുന്ന അതിഥി തൊഴിലാളി എന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന പലരും, എല്ലാവരും പറയുന്നില്ല, പലരും ഇത്തരം രാഷ്ട്ര വിരുദ്ധ പ്രവർത്തനത്തിലും വിധ്വംസക പ്രവർത്തനത്തിലും അതുപോലെ തന്നെ മറ്റ് ക്രിമിനൽ പശ്ചാത്തലത്തിലുമുള്ളവരാണ് എന്ന് സെൻട്രൽ ഇന്റലിജൻസിനും സ്റ്റേറ്റ് ഇന്റലിജൻസിനും വ്യക്തമായ ധാരണയുണ്ട്. നമ്മൾ ഈ പത്രസമ്മേളനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരിൽ ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ചുറ്റും താമസിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെ പറ്റി കൃത്യമായ വിവരങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. അന്യരാജ്യത്തു നിന്നും അന്യ സംസ്ഥാനത്തു നിന്നും ഇവിടെ വന്ന് താമസിക്കുന്നവർക്ക് കൃത്യമായി പോലീസ് സ്റ്റേഷൻ മുഖാന്തരം മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. അവരേതെങ്കിലും വീടുകളിൽ താമസിക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിന്റെ ഉടമസ്ഥർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. പക്ഷെ തലശ്ശേരി പോലുള്ള കടൽപ്പാലത്തിന്റെ അടുത്തുള്ള പല ലോഡ്ജുകളിലും പല പേരുകളിലും ഇത്തരം റോഹിംഗ്യകളുടെ ഒരു ഗുരുതരമായ അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ, മ്യാൻമാർ പോലുള്ള ഒരു രാജ്യത്തെ അസ്ഥിരപ്പെടുത്തി അവിടെ നിന്ന് അടിച്ചോടിക്കപ്പെട്ടതിന് ശേഷമാണ് ബീഹാർ വഴി ഇന്ത്യയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അവർക്ക് വേണ്ടതിലധികം സുരക്ഷ നൽകിക്കൊണ്ട് പല സർക്കാരുകളും അവരെ ഇവിടെ കുടിയിരുത്തുകയാണ്. അപ്പൊ ഇത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ അസ്ഥിരപ്പെടുത്തും, നമ്മുടെ സാമൂഹിക ജീവിതത്തെ തകിടം മറിക്കും, വരാൻ പോകുന്ന ഒരു വലിയ ദുരന്തമാണ്. അത് അധികാരികളുടെ ശ്രദ്ധയിലും പെടണം. അതോടൊപ്പം സാധാരണക്കാരായുള്ള ജനങ്ങളിൽ ഒരു അവബോധം ഉണ്ടാവും. ജനങ്ങൾ അവരുടെ കടമ കൃത്യമായി നിർവഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം കള്ളനാണയങ്ങളെ നമുക്ക് നിയമത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതാണ് നമ്മൾ ഈ പത്രസമ്മേളനത്തിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് പ്രകാരം ഒരുപാട് റോഹിംഗ്യകളും ബംഗ്ലാദേശികളും
ഈ കാര്യം എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ പല ക്രിമിനൽ കേസുകളിലും പെട്ടിട്ടുള്ള ആളുകൾ കോട്ടയത്തെ ഒരു എസ്റ്റേറ്റ് 10 വർഷത്തോളമായി പേര്